മാക്രോ എക്കണോമിക്സിൽ 5ാമത്തെ ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാന നിർണ്ണയം 2 സെക്ടർ എക്കോണമിയിലാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാം 2 സെക്ടർ എക്കോണമി എന്ന് പറഞ്ഞാൽ ഫേമും ഹൗസ് ഹോൾഡും മാത്രമുള്ള എക്കോണമിയാണ് 2 സെക്ടർ എക്കോണമി. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് 3 സെക്ടർ എക്കോണമിയെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ മോഡലിൽ നമ്മൾ പറയുന്നത് 3 സെക്ടർ എക്കോണമിയിൽ ഫേമും ഹൗസ് ഹോൾഡിൻ്റെ കൂടെ നമ്മൾ ഗവൺമെൻറ്റിനെയും കൂടി നമ്മൾ കൊണ്ടുവരുന്നു. അടുത്ത ചാപ്റ്ററിൽ എക്സ്റ്റേണൽ സെക്ടറിനെ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ എന്തായിരിക്കും? കഴിഞ്ഞ ചാപ്റ്ററിൽ AD എന്ന് പറഞ്ഞാൽ C+I എന്നാണ് പറഞ്ഞത്, കൺസംഷൻ ഡിമാൻഡും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡും. ഈ ചാപ്റ്ററിൽ നമ്മൾ C+I+G എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിനി പറയാൻ പോകുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ പറയാൻ പോകുന്നത്. അടുത്ത ചാപ്റ്റർ ആകുമ്പോൾ എക്സ്റ്റേണൽ സെക്ടർ വരുമ്പോൾ C+I+G ൻ്റെ കൂടെ X-M കൂടിയും വരും. ഓക്കെ, ജസ്റ്റ് ചെറിയൊരു രൂപരേഖ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നു ഗവൺമെൻറ് ബജറ്റ് ആൻഡ് എക്കോണമി, പുതിയ ചാപ്റ്റർ ആരംഭിക്കുന്നു. ശ്രദ്ധിക്കുക, ഗവൺമെൻറ്റിന് ഒരുപാട് പ്രവർത്തനങ്ങൾ സമ്പദ്ഘടനയെ ബാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ ബജറ്റ് എങ്ങനെയാണ് സമ്പദ്ഘടനയെ ബാധിക്കുന്നതെന്ന് മാത്രമുള്ള കാര്യമായി പറയുന്നത്. ഈ ചാപ്റ്റർ തുടക്കമായതുകൊണ്ട് ചില കാര്യങ്ങൾ പറയണം. അതായത് പകുതി വരെ വളരെ എളുപ്പമാണ് ഈ ചാപ്റ്റർ. എന്നുവെച്ചാൽ ഡിസ്ക്രിപ്റ്റീവായിട്ട്, അതായത് വെറും വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, മാത്തമെറ്റിക്കലായ കാര്യങ്ങളൊന്നും പകുതി വരെയില്ല. പകുതിക്ക് ശേഷം നമ്മൾ ഇക്വിലിബ്രിയം ഇൻകം കണ്ട പോലെ അതിനെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറിലും മൾട്ടിപ്ലയർ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെയുള്ള പ്രോബ്ലംസാണ് പകുതിക്ക് ശേഷം വരുന്നത്. ഓക്കെ, ഗ്രാഫും ഡയഗ്രാമുകളിലും പകുതിക്ക് ശേഷം വരുന്നത്. പകുതി വരെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് വളരെ സ്പീഡ് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് ബജറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എക്കോണമിയെ ബാധിക്കുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഗവൺമെൻറ് ഒരു പ്രവർത്തനമാണ് ബജറ്റ്. എന്താണ് ബജറ്റ്? ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വരും വർഷത്തെ വരവ് ചെലവ്, പ്രതീക്ഷിത വരവ് ചെലവിൻ്റെ പ്രസ്താവനയാണ് ബജറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പ്രതീക്ഷിത വരവിൻ്റെയും ചെലവിൻ്റെയും ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രതീക്ഷിത വരവിൻ്റെയും ചെലവിൻ്റെയും കണക്ക്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന വരവ് എത്ര, പ്രതീക്ഷിക്കുന്ന ചെലവ് വരുന്ന സാമ്പത്തിക വർഷത്തേക്ക് എത്രയാണെന്നുള്ള അതിനെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് ബജറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ 1 ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെയാണ്. ഇത് പഠിച്ചു വെക്കണം, ചോദിക്കും. 1 ഏപ്രിൽ മുതലാണ്. ഓക്കെ, 1 മാർച്ച് മുതലല്ല, 1 ഏപ്രിൽ ടു 31 മാർച്ചാണ് ഒരു സാമ്പത്തിക വർഷം. സാമ്പത്തിക വർഷത്തിൻ്റെ മറ്റൊരു പേരാണ് ഫിസ്ക്കൽ ഇയർ. ഓക്കെ, FISCAL ആണ് ഫിസ്ക്കൽ, PHYSICAL അല്ല, FISCAL ഫിസ്ക്കൽ ഇയർ അല്ലെ അക്കൗണ്ടിങ് ഇയർ, കണക്ക് വർഷം എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്ക് വർഷത്തേക്കുള്ള പ്രതീക്ഷിത വരവിൻ്റെയും ചെലവിൻ്റെയും കണക്കാണ് ബജറ്റ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ബാധ്യതയാണ്, ഗവൺമെൻറ് ഔദാര്യമല്ല. അപ്പോൾ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റിയാണ്. ആസ് പെർ ദ ആർട്ടിക്കിൾ 112, 112ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം നിർബന്ധമായി ഗവൺമെൻറ് പാർലമെൻറ്റിൽ ബജറ്റ് അവതരിപ്പിച്ചിരിക്കണം. ഓക്കെ, ഇതിന് നമ്മൾ പറയും ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് എന്നും പറയും. ഗവൺമെൻറ്റിൻ്റെ വാർഷിക ധനകാര്യ പ്രസ്താവനയാണ് ബജറ്റ്. ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, വാർഷിക ധനകാര്യ പ്രസ്താവനയാണ് ബജറ്റ്. ഇത്രയാണ് ബജറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം, ഇത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കും നോക്കുക. ഗവൺമെൻറ് ബജറ്റ് ഇറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എസ്റ്റിമേറ്റഡ് റിസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ് ഫോർ എ ഫൈനാൻഷ്യൽ ഇയർ. തുടർച്ചയായിട്ട് എഴുതണം, അതിൽ ഗ്യാപ്പ് വന്നതാണ്, തുടർച്ചയായിട്ട് എഴുതണം. ഓക്കെ, പാരഗ്രാഫ് അല്ല. ഫ്രം 1 ഏപ്രിൽ ടു 31 മാർച്ച്, ദിസ് ഈസ് ദ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്. ഇറ്റ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് ടു പ്രസൻറ്റ് ബജറ്റ് ബിഫോർ ദ പാർലമെൻറ്റ് ആസ് പെർ ദ ആർട്ടിക്കിൾ 112 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നേരത്തെ പറഞ്ഞല്ലോ, 112ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം നിർബന്ധമായിട്ട് ബജറ്റ് ഗവൺമെൻറ് അവതരിപ്പിച്ചിരിക്കണം പാർലമെൻറ്റിൽ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ മലയാളം ജസ്റ്റ് ഒന്ന് കാണുന്നു. ചാപ്റ്റർ 5 ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ഗവൺമെൻറ് ബജറ്റും സമ്പദ് വ്യവസ്ഥയും. ഗവൺമെൻറ് ബജറ്റ്, ഗവൺമെൻറ് എന്നല്ല ഉണ്ടാവുക, ഗവൺമെൻറ്റാണ് കേട്ടോ, അങ്ങനെ അടിക്കാൻ പറ്റുക. അപ്പോൾ ഒരു ധനകാര്യ വർഷത്തേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രതീക്ഷിത വരവ് ചെലവുകളെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണിത്. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞു. ധനകാര്യ വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ വാർഷിക ധനകാര്യ പ്രസ്താവനയാണ്. ഭരണഘടനയുടെ 112 ആർട്ടിക്കിൾ പ്രകാരം പാർലമെൻറ്റിൽ ബജറ്റ് അവതരിപ്പിക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആദ്യമായിട്ട് തന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഗവൺമെൻറ് ബജറ്റ്. ഞാൻ റെഡിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് ആ ഇമ്പോർട്ടൻസ് നിങ്ങൾ മാർക്ക് ചെയ്യുകയും ചെയ്യുക. 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ചോദ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബജറ്റ് 5 മാർക്കാണെങ്കിലും കുറച്ച് മാത്രമേ എഴുതിയാൽ നിങ്ങൾ മതി.
കുറച്ചല്ല കൂടുതൽ എഴുതാൻ എന്തെങ്കിലും ടെക്സ്റ്റ് നോക്കിയാൽ മതി. ഒരുപാട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷേ കാച്ചി കുറുക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം മാത്രം 3 പോയിൻ്റ് ആ ടെക്സ്റ്റിലുള്ള അത് തന്നെ എക്സ്പ്ലനേഷനെല്ലാം വളരെ ചുരുക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട പോയിൻ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് 3 പോയിൻ്റ് ഇതിൻ്റെ ഉത്തരങ്ങളാണ്. ഈ 3 പോയിൻ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കാണ്. ഈ വർഷം ഇത്രയും കുറച്ചെഴുതി ഇത്രയും കൂടുതൽ മാർക്ക് കിട്ടുന്ന മറ്റൊരു സബ്ജക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത്രയും റിജിഡായിട്ടുള്ള ആൻസറാണ് ഇക്കണോമിക്സിൻ്റെ ഈ വർഷത്തെ. ഇന്ത്യൻ എക്കോണമി പോലെയല്ല. ഓക്കെ, നമ്മൾ ഈ ഇതിലേക്ക് വരാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബജറ്റാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഓക്കെ, അതായത് ഗവൺമെൻറ് ബജറ്റിൻ്റെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ് അതിൻ്റെ ഉദ്ദേശം, ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഓക്കെ, ഗവൺമെൻറ് ബജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഗവൺമെൻറ് ബജറ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് എലോക്കേഷൻ ഫംഗ്ഷൻ. അതിൻ്റെ ഒരു ലക്ഷ്യം എലോക്കേഷൻ ഫംഗ്ഷനാണ്. മലയാളം വിനിയോഗധർമ്മം എന്ന് പറയും, വിനിയോഗധർമ്മം. അപ്പോൾ എന്താ വിനിയോഗധർമ്മം? ഞാൻ സിമ്പിളായിട്ട് പറയാം, ജസ്റ്റ് ഒന്ന് പറയാം. വിനിയോഗധർമ്മം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നു ഗവൺമെൻറ് പൊതുവേ എന്ന് പറഞ്ഞാൽ പൊതുവസ്തുക്കൾ, 2 തരം വസ്തുക്കളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പൊതുവസ്തുക്കളും സ്വകാര്യ വസ്തുക്കളും. ഒരു ഉദാഹരണം പറയുക, ഡിഫൻസ്, പ്രതിരോധം എന്ന് പറഞ്ഞാൽ പൊതുവസ്തുവാണ്. അതുതന്നെ പൊതു റോഡ്, നമ്മൾ പബ്ലിക് റോഡ് പൊതുവസ്തുവാണ്. ഒരു സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവസ്തുവാണ്. ഓക്കെ, അപ്പോൾ എന്താ ഈ പൊതുവസ്തു എന്ന് പറഞ്ഞാൽ? അതായത് സാമൂഹ്യ ആവശ്യങ്ങൾ സാമൂഹ്യ ഉപഭോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമൂഹ്യ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഗവൺമെൻറ് സൗജന്യമായി നൽകുന്ന വസ്തുക്കളാണ് പൊതുവസ്തുക്കൾ, അല്ലെങ്കിൽ പബ്ലിക് ഗുഡ്സ് എന്ന് പറയും. In English it is called public goods. Okay, അപ്പോൾ public goods are those goods which are provided by government either free or at a nominal rate. either free, അപ്പോൾ ഫ്രീ ആയിട്ടോ സൗജന്യമായിട്ടോ നാമമാത്രമായ വില. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഗവൺമെൻറ് സ്കൂളാണ് പഠിക്കുന്നത്, അത് പബ്ലിക് ഗുഡാണ്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു കുട്ടിക്ക് വേണ്ടി ഗവൺമെൻറ് ചിലവാക്കുക. ഒരു കുട്ടിക്ക് വേണ്ടി നിങ്ങൾ +2 കഴിയുമ്പോഴൊക്കെ ലക്ഷക്കണക്കിന് രൂപ ഒരു കുട്ടിക്ക് വേണ്ടി ഗവൺമെൻറ് ചിലവാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്നതോ തികച്ചും സൗജന്യമാണ് വിദ്യാഭ്യാസം. കൊടുക്കുന്ന ഒരു 500 രൂപ ഒരു കൊല്ലം ചില ഫീസ് കൊടുക്കുക. 500 രൂപ കൊണ്ട് പറ്റുമോ? ലക്ഷക്കണക്കിന് രൂപ ഒരു കുട്ടിക്ക് തന്നെ വേണ്ടേ? അപ്പോൾ നാമമാത്രമായ വിലക്ക് അല്ലെങ്കിൽ തികച്ചും സൗജന്യമായി ഗവൺമെൻറ് പൊതുജന ആവശ്യം നിറവേറ്റാൻ വേണ്ടി നൽകുന്ന സാധനങ്ങളെയാണ് എന്താ പറയുക, പബ്ലിക് ഗുഡ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ പൊതുവസ്തുക്കൾ എന്ന് പറയുക. അതേസമയം മറ്റൊരു വസ്തു കൂടിയുണ്ട്, സ്വകാര്യ വസ്തുക്കൾ. ഇപ്പോൾ സ്വകാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളെ പേന, നിങ്ങൾ വാങ്ങിച്ച നോട്ട്, അത് നിങ്ങൾ വാങ്ങിക്കുന്ന ബേക്കറി ഐറ്റംസ്, ചുരിദാർ, ഓക്കെ, ഇതുപോലെ എല്ലാം നിങ്ങൾ വാങ്ങിക്കുന്ന അരി, അല്ല പയർ, പഞ്ചസാര. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും പ്രൈവറ്റ് ഗുഡ്സ്. കാരണം പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങുന്നതാണ്, കമ്പോള ശക്തികൾ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ രണ്ടും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുക. പബ്ലിക് ഗുഡ്സിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു, ഡിഫൻസ്, ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം, ഓക്കെ, സാമൂഹ്യ ആവശ്യം വേണ്ടിയിട്ടാണ്. അതേപോലത്തെ അന്തരീക്ഷ മലിനീകരണം കുറക്കാനുള്ള ഗവൺമെൻറ് പരിപാടികൾ. അന്തരീക്ഷ മലിനീകരണം കുറക്കുമ്പോൾ സാമൂഹ്യ നന്മയും ക്ഷേമവും ഉണ്ടാകും, സമൂഹ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം. നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് സ്കൂളുകൾ, കോളേജുകൾ, ഓക്കെ, പബ്ലിക് റോഡ്സ്, അത് സ്ട്രീറ്റ് ലൈറ്റ്, ഇതൊക്കെ പബ്ലിക് ഗുഡ്സാണ്. ഇതൊക്കെ സൗജന്യമായിട്ട് അല്ലെങ്കിൽ നാമമാത്രമായ വിലക്ക് നൽകുന്ന വസ്തുക്കളാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? നമ്മൾ ചർച്ചാ വിഷയം എന്താ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഗവൺമെൻറ് ബജറ്റ് അല്ലേ? അപ്പോൾ ഒന്ന് എലോക്കേഷൻ ഫംഗ്ഷൻ, ഈ വസ്തുക്കൾ. അപ്പോൾ എന്താ എലോക്കേഷൻ ഫംഗ്ഷൻ? പബ്ലിക് ഗുഡ്സ് ഗവൺമെൻറ് നൽകുന്നത് ബജറ്റിലൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സൗജന്യമായി നൽകുന്നതാണ്, നാമമാത്രമായ വിലക്ക് നൽകുന്നതാണ്. ഓക്കെ, ഇത് നൽകുന്നത് ബജറ്റിലൂടെയാണ്. ഇതാണ് എലോക്കേഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഈ വസ്തുക്കൾ കമ്പോള ശക്തികൾക്ക് നൽകാൻ സാധ്യമല്ല. കമ്പോള ശക്തികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേനായിരുന്ന കമ്പോള ശക്തികളാണ്, മാർക്കറ്റ് മെക്കാനിസമാണ്. അത് വിലക്ക് മാത്രമേ സാധനം കൊടുക്കൂ. നിങ്ങൾ നോട്ട് വേണമെങ്കിൽ, നിങ്ങൾക്ക് പേന വേണമെങ്കിൽ നിങ്ങൾക്ക് വിലക്ക് മാത്രമേ, കമ്പോള ശക്തികളാണ് നൽകുന്നത്, അത് വിലക്ക് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. ഇവ സൗജന്യമായി കൊടുക്കുന്നതാണ് പൊതുവസ്തുക്കൾ, പബ്ലിക് ഗുഡ്സ്. അപ്പോൾ ഈ വസ്തുക്കൾ ആർക്ക് കൊടുക്കാൻ പറ്റില്ല? മാർക്കറ്റ് മെക്കാനിസം കൊടുക്കാൻ പറ്റില്ല. പിന്നെ ആരാ കൊടുക്കുക? ഗവൺമെൻറ്റാണ് കൊടുക്കുക. ഗവൺമെൻറ് ഏതിലൂടെ കൊടുക്കും? ഗവൺമെൻറ് ബജറ്റിലൂടെ കൊടുക്കും. ഇതാണ് എലോക്കേഷൻ ഫംഗ്ഷൻ ഓഫ് ദ ബജറ്റ്. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. ത്രൂ ബജറ്റ് ദ ഗവൺമെൻറ് പ്രൊവൈഡ്സ് പബ്ലിക് ഗുഡ്സ് ടു ദ സൊസൈറ്റി. ദേ കനോട്ട് ബി പ്രൊവൈഡഡ് ബൈ ദ മാർക്കറ്റ് മെക്കാനിസം. അപ്പോൾ മാർക്കറ്റ് മെക്കാനിസത്തിൽ പബ്ലിക് ഗുഡ്സ് കൊടുക്കാൻ പറ്റില്ല, വിലക്ക് മാത്രമേ മാർക്കറ്റ് മെക്കാനിസം സാധനം കൊടുക്കൂ. എക്സാമ്പിൾസ് ഓഫ് പബ്ലിക് ഗുഡ്സ് ആർ നാഷണൽ ഡിഫൻസ്, പബ്ലിക് റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് സ്കൂൾസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മെഷേഴ്സ് ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ, എക്സെട്ര. പബ്ലിക് ഗുഡ്സ് ഇൻക്രീസ് പബ്ലിക് വെൽഫെയർ. പബ്ലിക് ഗുഡ്സ് എന്ത് പറയുക? പബ്ലിക് വെൽഫെയർ, പൊതുക്ഷേമം വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, ഇതിന് ജസ്റ്റ് മലയാളം കാണാം. ഗവൺമെൻറ് ബജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ, 5 മാർക്കിൻ്റെ ചോദ്യം. ഗവൺമെൻറ് ബജറ്റിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്ന് വിനിയോഗധർമ്മം, എലോക്കേഷൻ ഫംഗ്ഷൻ, ഇംഗ്ലീഷും കൂടി പഠിച്ചു വെക്കണം.
ബജറ്റിലൂടെയാണ് പൊതുവസ്തുക്കൾ, തുടർച്ചയാണ്, ഗ്യാപ്പില്ല, പൊതുവസ്തുക്കൾ എല്ലാവർക്കും ഗവൺമെൻറ് ലഭ്യമാക്കുന്നത്. പൊതുവസ്തുക്കൾ അവ കമ്പോള വില സംവിധാനത്തിലൂടെ നൽകാൻ സാധ്യമല്ല. പൊതുവസ്തുക്കൾക്ക് ഉദാഹരണങ്ങൾ പ്രതിരോധം എല്ലാം തുടർച്ചയാണ് കേട്ടോ. ഗ്യാപ്പ് ആ സ്ലൈഡിൽ അങ്ങനെ വന്നതാണ്. പൊതു റോഡുകൾ, തെരുവ് വിളക്കുകൾ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് സ്കൂളുകൾ, പൊതുഭരണം, അന്തരീക്ഷ മലിനീകരണം കുറക്കാൻ നടപടി എക്സെട്ര ഇവ പൊതുജന ക്ഷേമം വർദ്ധിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് പറഞ്ഞിരിക്കുന്നു, എലോക്കേഷൻ ഫംഗ്ഷൻ, ബജറ്റിൻ്റെ എലോക്കേഷൻ ഫംഗ്ഷൻ. സെക്കൻഡ് പോയിന്റ് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ ബജറ്റിൻ്റെ രണ്ടാമത്തെ ധർമ്മം എന്ന് പറഞ്ഞാൽ പുനർവിതരണം, വരുമാനത്തിൻ്റെ പുനർവിതരണമാണ്. അപ്പോൾ പുനർ എന്ന് പറയുമ്പോൾ എന്താണ്? വിതരണം ചെയ്യപ്പെട്ട വരുമാനമുണ്ട്. ഇക്കോണമിയിൽ ഓൾറെഡി വിതരണം ചെയ്യപ്പെട്ട വരുമാനമുണ്ട്. റെൻറ്റും ഇൻട്രസ്റ്റും വേജും പ്രോഫിറ്റുമായി വിതരണം ചെയ്യപ്പെട്ട വരുമാനമുണ്ട്. ഇപ്പോൾ നിലവിൽ വിതരണം ചെയ്യപ്പെട്ട വരുമാനത്തിൽ സമൂഹത്തിൽ അസമത്വമാണ് ഉണ്ടാവുക. നിങ്ങൾക്കറിയാം, കൂലിയേക്കാൾ എത്രയോ വലുതായിരിക്കും സ്ഥാപനത്തിൻ്റെ ലാഭം. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ വരുമാന വിതരണത്തിന് അസമത്വം വന്നില്ലേ? അപ്പോൾ ഈ അസമത്വം ഇല്ലാതാക്കുന്നത് ബജറ്റിലൂടെയാണ്. ഇപ്പോൾ നിലവിലുള്ള വരുമാന വിതരണത്തിലെ അസമത്വം ഗവൺമെൻറ് ഇല്ലാതാക്കുന്നത് ബജറ്റിലൂടെയാണ്. എങ്ങനെയാണ് ബജറ്റിലൂടെ അസമത്വം ഇല്ലാതാക്കുക? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിൽ മാറ്റം വരുന്നത് ബജറ്റിലൂടെയാണ്. അപ്പോൾ എങ്ങനെ? പണക്കാരെടുക്കുന്ന കൂടുതൽ നികുതി ഈടാക്കും, അവരെടുക്കുന്ന കൂടുതൽ പൈസ നികുതിയായിട്ട് വാങ്ങിക്കും. അപ്പോൾ അവൻ്റെ സ്ഥിതി കുറച്ച് കുറയും അല്ലേ? കൂടുതൽ പൈസ നികുതിയായിട്ട് വാങ്ങിക്കും, അവൻ്റെ സ്ഥിതി എന്ത് ചെയ്യും? കുറച്ച് താഴോട്ടേക്ക് പോകും. ഈ പണം എന്ത് ചെയ്യും? ഗവൺമെൻറ് പാവപ്പെട്ടവർക്ക് ധനസഹായമായി നൽകും. അത് നമ്മൾ പറഞ്ഞ പേര് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്, മലയാളത്തിൽ മാറ്റക്കൊടുതി എന്ന് പറയും. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എഴുതിയാലും പ്രശ്നമില്ല. ട്രാൻസ്ഫർ പേയ്മെൻറ്റായി ധനസഹായമായി നൽകും. സ്കോളർഷിപ്പായിട്ട് നൽകും, പെൻഷനായിട്ട് നൽകും, വിധവാ പെൻഷനായി നൽകും, കർഷക തൊഴിലാളി പെൻഷനായി നൽകും. ഓക്കെ, ഈ ധനസഹായം ആർക്ക് നൽകും? പാവപ്പെട്ടവർക്ക് നൽകും. അപ്പോൾ പാവപ്പെട്ടവൻ്റെ സ്ഥിതി കുറച്ച് ഉയരും. ടാക്സ് ചുമത്തുമ്പോൾ പണക്കാരൻ്റെ സ്ഥിതി കുറച്ച് കുറയും. പാവപ്പെട്ടവൻ്റെ സ്ഥിതി പണം കൊടുക്കുമ്പോൾ കൂടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? നില മെച്ചപ്പെടുമ്പോൾ ഇവർ തമ്മിലുള്ള അസമത്വം കുറയും. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അസമത്വം കുറയും. ഓക്കെ, ഇങ്ങനെ വരുമാന വിതരണത്തിൽ അസമത്വം കുറക്കാൻ, അല്ലെങ്കിൽ വരുമാന വിതരണം സമതുലിതമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്? ബജറ്റിലൂടെ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് കോൾഡ് ദ റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ദ ഗവൺമെൻറ്. നമുക്ക് ജസ്റ്റ് എക്സ്പ്ലനേഷൻ നോക്കാം. ത്രൂ ബജറ്റ് ഗവൺമെൻറ് ചേഞ്ച് ദ പ്രസൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. പറഞ്ഞു, ഇറ്റ് ടേക്സ് മണി ഫ്രം ദ റിച്ച് ബൈ ഇമ്പോസിങ് ടാക്സസ് ആൻഡ് ഗിവ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ടു ദ പുവർ. ത്രൂ ദിസ് ഇറ്റ് ബ്രിങ്സ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻ ദി എക്കോണമി. ഇതിലൂടെ ന്യായമായ സമതുലിതമായ വരുമാന വിതരണം ഗവൺമെൻറ് സാധ്യമാക്കുന്നു. ദിസ് ഈസ് കോൾഡ് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇതിന് പറഞ്ഞ പേരാണ് പുനർവിതരണ ധർമ്മം എന്ന് പറയാം. മലയാളം ബജറ്റിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യം ഒന്ന് പുനർവിതരണ ധർമ്മം. ബജറ്റിലൂടെ നിലവിലുള്ള വരുമാന വിതരണത്തെ ഗവൺമെൻറ് മാറ്റം വരുത്തുന്നു. ഗവൺമെൻറ് സമ്പന്നരുടെ മേൽ ഉയർന്ന നികുതി ചുമത്തുകയും ഈ പണം പാവപ്പെട്ടവർക്ക് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മാറ്റക്കൊടുതിയിലൂടെ നൽകുകയും ചെയ്യുന്നു. ഇതുവഴി സമ്പദ് വ്യവസ്ഥയിൽ സമതുലിതമായ വരുമാനം ഉറപ്പാക്കാൻ ഗവൺമെൻറ് കഴിയുന്നു. ഇതാണ് വരുമാന വിതരണത്തിൻ്റെ പുനർവിതരണം. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബജറ്റിലെ മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷനാണ്. അപ്പോൾ എന്താണ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരതാധർമ്മം അല്ലെങ്കിൽ ദൃഢീകരണ ധർമ്മം എന്ന് പറയും. ദൃഢീകരണ ധർമ്മം അല്ലെ സ്ഥിരതാധർമ്മം എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ ചുരുക്കം പറയുക, നമുക്കറിയാം ഇക്കോണമിയിൽ അധിക ചോദനമുണ്ടാകുമ്പോൾ ഒരു സാധനത്തിന് നമ്മളെ നാട്ടുപുറത്ത് നോക്കുക, ഒരു സാധനത്തിന് എല്ലാവരും ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ മത്സ്യം വാങ്ങുന്ന കുറേ ആൾക്കാർ ഒരു സ്ഥലത്തു നിന്ന് മത്സ്യം വാങ്ങിക്കുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കായി മത്സ്യത്തിൻ്റെ വില കൂടും അല്ലേ? അതേപോലെ തന്നെ പച്ചക്കറിയോ പഴമോ കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുമ്പോൾ പച്ചക്കറിയുടെയോ പഴത്തിൻ്റെയോ വില കൂടും. അപ്പോൾ അധിക ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ, അധിക ചോദനം ഉണ്ടാകുമ്പോൾ സാധനത്തിൻ്റെ വില കൂടും. അതേപോലെ തന്നെ ചോദനം കുറഞ്ഞാൽ, ഇപ്പോൾ കൊറോണയുടെ കാലഘട്ടമാണ്, കോവിഡിൻ്റെ കാലഘട്ടത്തിൽ സാധനങ്ങളുടെ ആളെ കയ്യിൽ പൈസയില്ല, പണി കുറവാണ്, അപ്പോൾ ആളെ കയ്യിൽ പൈസയില്ല. അപ്പോൾ ചോദനം ഇപ്പം കുറവാണ്, ഡിമാൻഡ് കുറവാണ്. ഇപ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് കുറയുമ്പോൾ എക്കോണമി താഴോട്ടേക്ക് പോകും. ഓക്കെ, അപ്പോൾ എക്സസ് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ വില കൂടും. അതേപോലെ തന്നെ ഡെവിഷൻ ഡിമാൻഡ്, ചോദനം കുറയുമ്പോൾ വില കുറയും. ചുരുക്കം പറഞ്ഞാൽ, മറ്റൊരു വാക്ക് പറഞ്ഞാൽ, അധിക ചോദനമുണ്ടാകുമ്പോൾ സാധനങ്ങളുടെ വില കൂടുന്ന അവസ്ഥയാണെന്ന് പറയുക, ഇൻഫ്ലേഷൻ എന്ന് പറയുക. അപ്പോൾ എക്സസ് ഡിമാൻഡ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. ഡെവിഷൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിമാൻഡ് കുറയുമ്പോൾ സാധനങ്ങളുടെ വില കുറയുമെന്ന് പറഞ്ഞു. നാണയ ചുരുക്കത്തിന് കാരണമാകും. ഓക്കെ, നാണയ ചുരുക്കത്തിന് അതിന് ഡീഫ്ലേഷൻ എന്ന് പറയാം. അപ്പോൾ ഒറ്റ സെൻറ്റൻസ് പറയുമ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, എക്സസ് ഡിമാൻഡ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ ആൻഡ് ഡെവിഷൻ ഡിമാൻഡ് ലീഡ്സ് ടു ഡീഫ്ലേഷൻ. ഡെവിഷൻ ഡിമാൻഡ് നാണയ ചുരുക്കത്തിന് കാരണമാകും. ഇത് രണ്ടും നല്ലതല്ല. ഇക്കോണമിയിൽ സാധനത്തിന് അധിക ചോദനവും അതേപോലെ തന്നെ കുറവ് ചോദനവും നല്ലതല്ല. അത് ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും കാരണമാക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇല്ലാതാക്കണം. എക്കോണമിയെ സ്ഥിരതയുണ്ടാക്കണം, ദൃഢീകരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്ഥിരതയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എക്സസ് ഡിമാൻഡ് ഡെവിഷൻ ഡിമാൻഡ് ഒഴിവാക്കുക എന്നർത്ഥം. ഇത് ഗവൺമെൻറ് ഷുഡ് അവോയ്ഡ് ദ ഡെവിഷൻ ഡിമാൻഡ് ആൻഡ് എക്സസ് ഡിമാൻഡ് ആൻഡ് ദെയർ ബൈ സ്റ്റെബിലൈസ് ദി ഇക്കോണമി. അങ്ങനെ എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യണം.
ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുക? നമ്മൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ്. മോണിറ്ററി പോളിസി പഠിച്ചിട്ടില്ലേ? സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ മോണിറ്ററി പോളിസി പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്രെഡിറ്റ് കൺട്രോൾ പോളിസി പഠിച്ചിട്ടുണ്ട്. ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, റിസർവ് റേഷ്യോ, അതേപോലെ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ആയിട്ടുള്ള മാർജിൻ റിക്വയർമെൻറ്റ്സ്, ക്രെഡിറ്റ് റേഷനിങ്, ക്രെഡിറ്റ് കൺട്രോൾ, ഡയറക്റ്റ് ആക്ഷൻ, മോറൽ സുവേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് സ്റ്റെബിലൈസേഷൻ പോളിസിയാണ്. RBI നടപ്പിലാക്കുന്ന സ്റ്റെബിലൈസേഷൻ പോളിസിയാണ്. ഓക്കെ, ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പോളിസിയാണ്. മറ്റൊരു പോളിസിയാണ് സ്റ്റെബിലൈസേഷൻ പോളിസിയാണ്. നിങ്ങൾക്ക് പഠിക്കേണ്ട 2 പ്രധാനപ്പെട്ട സ്റ്റെബിലൈസേഷൻ പോളിസി. ഒന്ന് മോണിറ്ററി പോളിസി പഠിച്ചു കഴിഞ്ഞു. മറ്റൊന്നാണ് ഫിസ്ക്കൽ പോളിസി, FISCAL, ഫിസ്ക്കൽ പോളിസി, നികുതി നയം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ഫിസ്ക്കൽ പോളിസി. അപ്പോൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? മോണിറ്ററി പോളിസി ഫിസ്ക്കൽ പോളിസിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടിൻ്റെ ലക്ഷ്യം ഒന്നാണ്. എന്താ? സ്റ്റെബിലൈസേഷൻ ഓഫ് ദി എക്കോണമി ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ, നാണയപ്പെരുപ്പം നാണയച്ചുരുക്കം ഇല്ലാതാക്കുക, ഇക്കോണമിയെ ദൃഢീകരിക്കുക, അല്ലെങ്കിൽ സ്ഥിരത നിലനിർത്തുക. ഇതാണ് ഇതിൻ്റെ ധർമ്മം. പക്ഷേ എന്നൊരു ഫങ്ഷണൽ ഡിഫറൻസ് ഉണ്ട്. എന്താ ഫങ്ഷണൽ ഡിഫറൻസ്? മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്ന രാജ്യത്തെ സെൻട്രൽ ബാങ്കാണ്, നമ്മുടെ രാജ്യത്തെ RBI ആണ് നടപ്പിലാക്കുന്നത്. ഓക്കെ, നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ RBI ആണ് നടപ്പിലാക്കുന്നത്. അല്ല, ഏതൊരു രാജ്യത്തെയും സെൻട്രൽ ബാങ്കാണ് മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നത്. എന്നാൽ ഫിസ്ക്കൽ പോളിസി നടപ്പിലാക്കുന്നത് ഗവൺമെൻറ്റാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ വേറൊരു വ്യത്യാസമുള്ളത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൽ വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെൻറ്റാണ് ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, റിസർവ് റേഷ്യോ തുടങ്ങിയവ. എന്നാൽ ഇതിൻ്റെ ഈ ഫിസ്ക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ? ഫിസ്ക്കൽ പോളിസിയുടെ ഉപാധികൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ടാക്സേഷൻ, പബ്ലിക് ബോറോയിങ്, അതേപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബജറ്റ്. ഈ 4ആണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ബജറ്റ് ഒരു ഫിസ്ക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. അതായത് എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു ഉപാധി. നേരത്തെ പറഞ്ഞ ബാങ്ക് റേറ്റ് പറഞ്ഞ പോലെ ഒരു ഉപാധിയാണ് ബജറ്റ്. അപ്പോൾ ബജറ്റിലൂടെ ഗവൺമെൻറ്, നമ്മൾ പറഞ്ഞ പോയിൻ്റ് ഇതാണ്. നമ്മൾ ഈ പോയിന്റിലേക്ക് വരാം. അതായത് ബജറ്റിലൂടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഇറ്റ്സ് എ ഫിസ്ക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് ബജറ്റിലൂടെ ഗവൺമെൻറ് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഒഴിവാക്കുന്നു. നികുതി കൂട്ടുന്നു. അപ്പോൾ നികുതി കൂട്ടുമ്പോൾ ജനങ്ങളുടെ കയ്യിൽ പൈസ കുറയും. അങ്ങനെ ഇൻഫ്ലേഷൻ ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് പിന്നീട് നമ്മൾ പറയും. അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ പോയിന്റ്, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. എക്സസ് ഡിമാൻഡ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ ആൻഡ് ഡെഫിഷ്യന്റ് ഡിമാൻഡ് ലീഡ്സ് ടു ഡിഫ്ലേഷൻ. ബജറ്റ് ഈസ് എ ഫിസ്ക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ത്രൂ ബജറ്റ് ഗവൺമെൻറ് അവോയ്ഡ്സ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ ആൻഡ് സ്റ്റെബിലൈസ് ദി ഇക്കോണമി. ക്ലിയർ ആയോ? ജസ്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെ മലയാളത്തിലും കൂടി നോക്കാം. മൂന്നാമത്തെ, സ്ഥിരത ദൃഢീകരണ ധർമ്മം, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. അമിത ചോദനം തുടർച്ചയാണ്. അമിത ചോദനം നാണയപ്പെരുപ്പത്തിനും ചോദനക്കുറവ് നാണയ ചുരുക്കത്തിനും കാരണമാകും. തുടർച്ചയായിട്ട് എഴുതിക്കൊള്ളുക. ഓക്കെ, അതിന് ബജറ്റ് ഒരു ഫിസ്ക്കൽ ഉപാധിയാണ്. ബജറ്റിലൂടെ നാണയപ്പെരുപ്പവും നാണയ ചുരുക്കവും ഇല്ലാതാക്കി ഗവൺമെൻറ് രാജ്യത്തെ സ്ഥിരത നിലനിർത്തും. ഇതാണ് 3 പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഓക്കെ, ഇത് 3ഉം പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻസ് മാർക്ക് ചെയ്യുക. കാരണം എന്താ? ഈ 3ഉം ഞാൻ നേരത്തെ പറഞ്ഞ 5 മാർക്കിൻ്റെ ചോദ്യമാണ് ഈ 3. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം, അപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യം, 2 ചോദ്യം നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു, എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി പബ്ലിക് ഗുഡ്സിനെ കുറിച്ച്, പ്രൈവറ്റ് ഗുഡ്സിനെ കുറിച്ച് ചെറിയൊരു വിവരണം ഞാൻ നൽകി. എങ്കിലും പരീക്ഷയ്ക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ജസ്റ്റ് അതിൻ്റെ എക്സ്പ്ലനേഷൻ നൽകുന്നു. എന്താണ് പബ്ലിക് ഗുഡ്സും പ്രൈവറ്റ് ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സൗജന്യമായിട്ടോ നാമമാത്രമായ വിലക്കോ ഗവൺമെൻറ് പൊതുജന ഉപഭോഗത്തിന് വേണ്ടി, സിറ്റിസൺസ് ഓഫ് ദ കൺട്രി, ഫോർ ദ കൺസംഷൻ ഓഫ് ദ സിറ്റിസൺസ് ഓഫ് ദ കൺട്രി, അതായത് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടല്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, സാമൂഹ്യ ഉപഭോഗത്തിന് വേണ്ടി, സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടി, സാമൂഹ്യ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഗവൺമെൻറ് നൽകുന്ന സാധനങ്ങൾ, സൗജന്യമായി നൽകുന്ന സാധനങ്ങളാണ് എന്ത് പറയുക, പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. ഈ പബ്ലിക് ഗുഡ്സിൻ്റെ വിതരണത്തിൽ ആരെയും ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. സൗജന്യമായി നൽകുന്നതാണ്. ഒരാളെയും ഒഴിവാക്കാൻ പറ്റില്ല. നോൺ എക്സ്ക്ലൂഡബിൾ ആണിത്. ശ്രദ്ധിക്കണേ, പബ്ലിക് ഗുഡ്സിൻ്റെ കാര്യം ഇപ്പോൾ ഈ പോയിന്റ് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നോൺ എക്സ്ക്ലൂഡബിളാണ്, സൗജന്യമായി നൽകുന്നത്. അപ്പോൾ പൊതു റോഡിലൂടെ ആർക്കും നടക്കുക. ടാക്സ് കൊടുത്തവനും നടക്കുക, ടാക്സ് കൊടുക്കാതെ നടക്കുക, കുട്ടികൾക്ക് നടക്കുക, മുതിർന്ന പൗരന്മാർക്ക് നടക്കുക, വോട്ട് ചെയ്തവനും ചെയ്യാത്തവനും നടക്കുക. അപ്പോൾ ആരും ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. ഒരു ഗവൺമെൻറ് സ്കൂളിലേക്ക് വരുന്ന ഒരു കുട്ടീനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. ആർക്കും വരെ മാർക്കൊരു ക്രൈറ്റീരിയ വെക്കുന്നു. ആ മാർക്കുള്ളവർ, നിശ്ചിത മാർക്കുള്ളവർക്ക്, അല്ലെങ്കിൽ നിശ്ചിത അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് ആർക്കും വരെ. ഓക്കെ, അപ്പോൾ ആരെയും ഒഴിവാക്കാൻ വേണ്ടി സാധ്യമല്ല. പബ്ലിക് ഗുഡ്സിൻ്റെ കേസിൽ ആരെയും ഒഴിവാക്കാൻ സാധ്യമല്ല. നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. കാരണം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന, അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഒരാളുടെ ഉപഭോഗം പബ്ലിക് ഗുഡ്സിൻ്റെ കേസിലാണ്, പ്രൈവറ്റ് അല്ല. പബ്ലിക് ഗുഡ്സിൻ്റെ പൊതുവസ്തുക്കളുടെ കേസിൽ ഒരാളുടെ ഉപഭോഗം മറ്റൊരാളുടെ ബാധിക്കില്ല. ഞാൻ പ്രൈവറ്റ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. പബ്ലിക് ഗുഡ്സിനെ കുറിച്ചിട്ടാണ് ഇപ്പം പറയുന്നത്. ഓക്കെ, ഒരാളുടെ ഉപഭോഗം മറ്റൊരാളുടെ ഉപഭോഗത്തെ എന്താ പറയുക, അളവ് കുറയ്ക്കില്ല. ഞാൻ സ്ട്രീറ്റ് ലൈറ്റ്, നിങ്ങൾ തെരുവിളക്ക്, നമുക്കറിയാം എന്തിനാ തെരുവിളക്ക്, രാത്രി നമുക്ക് വെളിച്ചം കാണിക്കുന്നതാണ് തെരുവിളക്ക്.
അല്ല സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയും. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒരാൾ സ്ട്രീറ്റ് ലൈറ്റിന് താഴത്തെ കൂടെ നടന്നു പോയാൽ രണ്ടാമത് വരുന്നവന് പിറകിൽ വരുന്നവന് സ്ട്രീറ്റ് ലൈറ്റ് കുറച്ച് കുറഞ്ഞു പോവില്ല. അതിന് പിറകിൽ വരുന്നവന് രണ്ടാൾ കൺസ്യൂം ചെയ്തുകൊണ്ട് മൂന്നാമന് വരുന്നവന് സ്ട്രീറ്റ് ലൈറ്റ് വീണ്ടും കുറഞ്ഞു പോവില്ല. കൃത്യമായ അളവ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പൊതു റോഡിലൂടെ ഒരാൾ നടന്നു എന്ന് വിചാരിച്ചിട്ട് എന്താ അതിൻ്റെ സൗകര്യം മറ്റൊരാൾക്ക് കുറഞ്ഞു പോവില്ല. ഓക്കെ, പബ്ലിക് പാർക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എന്താ പറയുക, ഈ പബ്ലിക് ഗുഡ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഒരാളുടെ ഉപഭോഗം വേറൊരാളുടെ ഉപഭോഗത്തെ കുറക്കില്ല, ബാധിക്കില്ല. അതുകൊണ്ട് നോൺ റൈവൽസാണ്, ഈ പ്രതിയോഗികളില്ല, എതിരാളികളില്ല. ഓക്കെ, പബ്ലിക് ഗുഡ്സിൻ്റെ കൺസംഷനിൽ പ്രതിയോഗികളില്ല. കാരണം ഒരാളുടെ കൺസംഷൻ വേറൊരാളുടെ എമൗണ്ട് കുറയ്ക്കില്ല, പ്രതിയോഗികളില്ല. അപ്പോൾ നമ്മൾ പറയും നോൺ റൈവലില്ല, പ്രതിയോഗി എതിരാളിയില്ല. അപ്പോൾ നോൺ റൈവൽറസാണ്, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞാൽ നോൺ എക്സ്ക്ലൂഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നോൺ എക്സ്ക്ലൂഡബിൾ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒഴിവാക്കാൻ വേണ്ടി പറ്റൂല. നോൺ റൈവൽറസാണ്. അപ്പോൾ ഒരാളെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ഫ്രീ റൈഡർ പ്രോബ്ലം ഇവിടെയുണ്ട്. ഫ്രീ റൈഡർ പ്രോബ്ലം. ആരാ ഫ്രീ റൈഡർ? നിങ്ങൾ കണ്ടിട്ടില്ല? ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊന്നും കണ്ടിട്ടില്ല നിങ്ങൾ? സ്കൂൾ വിട്ട് പോകുമ്പോൾ സ്കൂട്ടറിന് കൈ നീട്ടും. പരിചയമില്ലാതെ സ്കൂട്ടറിന് കൈ നീട്ടുക. ചില സ്കൂട്ടറുകാരെ നിർത്തി കൊടുക്കും. അപ്പോൾ അതിൻ്റെ പിറകെ കയറും. ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പിലേക്ക് അല്ലെങ്കിൽ രണ്ടാം സ്റ്റോപ്പ് കഴിഞ്ഞിട്ടോ കുറച്ച് കഴിഞ്ഞിട്ടോ അവർ ഇറങ്ങുകയും ചെയ്യും. അവരെ വീട്ടിനടുക്ക് എത്തുമ്പോൾ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ അവർ 5 പൈസ കൊടുക്കുന്നില്ല. ഫ്രീ റൈഡറാണ്. ഓക്കെ, ഇതിനെയാണ് ഫ്രീ റൈഡർ എന്ന് പറയാം. അതായത് സൗജന്യമായിട്ട് അനുഭവിക്കും. ഇപ്പോൾ സൗജന്യമായി അനുഭവിക്കുന്ന പ്രശ്നം എവിടെയുണ്ട്? ഈ പബ്ലിക് ഗുഡ്സിൻ്റെ കേസിലുണ്ട്. ഓക്കെ, ആരും ഒഴിവാക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഫ്രീ റൈഡർ പ്രോബ്ലം, അതായത് സൗജന്യമായിട്ട് ഇതിൻ്റെ നേട്ടം അനുഭവിക്കുന്ന പ്രശ്നം ഇവിടെയുണ്ട് പബ്ലിക് ഗുഡ്സിൻ്റെ കേസിലുണ്ട്. ഇതൊക്കെയാണ് പബ്ലിക് ഗുഡ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പോയിന്റ് നമുക്ക് പറയാം. പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വിലക്കാണ് കൊടുക്കുക. പ്രൈവറ്റ് ഗുഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് നോക്കാം. പ്രൈവറ്റ് ഗുഡ്സിൻ്റെ കേസിൽ നോക്കുക, പോയിന്റുകൾ ആദ്യം നോക്കുക. പബ്ലിക് ഗുഡ്സ് ദേ ആർ പ്രൊവൈഡ് ഐദർ ഫ്രീ ഓർ അറ്റ് എ നോമിനൽ റേറ്റ്. ഓക്കെ, ഫ്രീ ആയിട്ടോ നോമിനൽ റേറ്റിലോ കൊടുക്കും. പ്രൈവറ്റ് ഗുഡ്സ് നോക്കിയാട്ടെ, ദേ ആർ പ്രൊവൈഡഡ് ഫോർ എ പ്രൈസ്. വിലക്കാണ് കൊടുക്കുക. പേന വാങ്ങിക്കുന്ന വിലക്കാണ്. അത് പ്രൈവറ്റ് ഗുഡ്സാണ്. വ്യക്തികളുടെ ഉപഭോഗത്തിന് വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ഗുഡ്സ് കൊടുക്കുന്നത്. പബ്ലിക് ഗുഡ്സ് പൊതുജന ഉപഭോഗത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കുക, ദേ ആർ പ്രൊവൈഡഡ് ഫോർ കളക്റ്റീവ് കൺസംഷൻ. കളക്റ്റീവ് കൺസംഷൻ മീൻസ് കൺസംഷൻ ഓഫ് ദ സിറ്റിസൺസ് ഓഫ് ദ നേഷൻ. ഓക്കെ, ഒരു പ്രാവശ്യം ചോദിച്ച വൺ വേർഡാണ്. കളക്റ്റീവ് കൺസംഷൻ മീൻ കൺസംഷൻ ഓഫ് ദ സിറ്റിസൺസ് ഓഫ് ദ നേഷൻ. രാജ്യത്തെ പൗരന്മാരുടെ ഉപഭോഗത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. ഓക്കെ, പ്രൈവറ്റ് ഗുഡ്സോ ദേ ആർ പ്രൊവൈഡഡ് ഫോർ പേഴ്സണൽ കൺസംഷൻ. രണ്ടാമത്തെ പോയിൻ്റാണ് വലതുവശത്ത് നോക്കുക, ദേ ആർ പ്രൊവൈഡഡ് ഫോർ പേഴ്സണൽ കൺസംഷൻ. ഓക്കെ, വ്യക്തിഗത ഉപഭോഗത്തിന് വേണ്ടിയിട്ടാണ് പേന അല്ലെ പെൻസിൽ ഇതെല്ലാം കൊടുക്കുന്നത്. നോക്കുക, ദേ ആർ നോൺ റൈവൽറസ്. ഞാൻ പറഞ്ഞു പബ്ലിക് ഗുഡ്സ് പൊതുവസ്തുക്കൾ നോൺ റൈവൽറസ്, എതിരാളികളില്ല. ഒരാളുടെ ഉപഭോഗം മറ്റൊരാളുടെ ഉപഭോഗത്തെ കുറക്കുന്നില്ല. ഓക്കെ, ബിക്കോസ് വൺ പേഴ്സൺസ് കൺസംഷൻ വിൽ നോട്ട് റെഡ്യൂസ് എമൗണ്ട് അവൈലബിൾ ടു ദ അതർ പേഴ്സൺ. അതിൻ്റെ എക്സ്പ്ലനേഷൻ, മൂന്നാമത്തെ പോയിൻ്റ് പബ്ലിക് ഗുഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ. നോക്കുക, പ്രൈവറ്റ് ഗുഡ്സിൽ നോക്കുക, ദേ ആർ റൈവൽറസ്. പ്രതിയോഗികളുണ്ട്. ഒരാളുടെ കൺസംഷൻ മറ്റൊരാൾ കുറക്കും. ഒരാളുടെ സാധനം മുഴുവനും വാങ്ങിച്ചാൽ മറ്റൊരാളുടെ സാധനത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ ഈ കൺസംഷൻ നേട്ടം ഒരാൾക്ക് മാത്രമേ ലഭിക്കൂ. ആരാണോ ഉപയോഗിക്കുന്നത് അവർക്ക് മാത്രമേ ലഭിക്കൂ, ബാക്കി ആൾക്ക് ലഭിക്കില്ല. അപ്പോൾ ദേ ആർ റൈവൽറസ്. പ്രൈവറ്റ് ഗുഡ്സ് റൈവൽറസ്സാണ്, പ്രതിയോഗികളുണ്ട്. ബിക്കോസ് ബെനിഫിറ്റ് ഓഫ് കൺസംഷൻ ലിമിറ്റഡ് ടു വൺ പർട്ടിക്കുലർ പേഴ്സൺ. ആരാണോ ഉപയോഗിക്കുന്നത് അവർക്ക് മാത്രമേ അതിൻ്റെ നേട്ടം കിട്ടൂ. അപ്പോൾ അതുകൊണ്ട് ദേ ആർ റൈവൽറസ്, പ്രതിയോഗികളുണ്ട്. അടുത്ത പോയിന്റ് നോക്കുക, ദേ ആർ നോൺ എക്സ്ക്ലൂഡബിൾ. ആരെയും സൗജന്യമായി നൽകുന്ന സാധനമാണ് പബ്ലിക് ഗുഡ്സ്. അതുകൊണ്ട് ഈ ആരെയും ഒഴിവാക്കാൻ വേണ്ടി സാധ്യമല്ല. ഓക്കെ, അപ്പോൾ ദർ ഈസ് നോ വേ ടു എക്സ്ക്ലൂഡ് എനി വൺ ഫ്രം എൻജോയിങ് ദ ബെനിഫിറ്റ് ഓഫ് പബ്ലിക് ഗുഡ്സ്. പബ്ലിക് ഗുഡ്സ് എൻജോയ് ചെയ്യുന്നതിൽ നിന്ന്, അതിൻ്റെ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിൽ നിന്ന് ആർക്കും ഒരാളെയും ഒഴിവാക്കാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് പ്രൈവറ്റ് ഗുഡ്സ് നോക്കിയാട്ടെ, ദേ ആർ എക്സ്ക്ലൂഡബിൾ, ഒഴിവാക്കാൻ സാധിക്കും. കാരണം വില കൊടുത്താൽ മാത്രമേ, ഇപ്പം ഒരു ബേക്കറി നിങ്ങൾക്ക് പപ്സ് വാങ്ങിക്കുന്നു, വില കൊടുത്താൽ മാത്രമേ പപ്സ് നിങ്ങൾക്ക് കിട്ടൂ, അല്ലെങ്കിൽ ലഡു നിങ്ങൾക്ക് കിട്ടൂ. വില കൊടുക്കാത്തവന് കിട്ടൂല. അപ്പോൾ വില കൊടുക്കാത്തവനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, വില കൊടുക്കാത്തവനെ പ്രൈവറ്റ് ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം മാറ്റി നിർത്താൻ, കൺസംഷനിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പറ്റും. ആരാണ് വില കൊടുക്കാൻ തയ്യാറാവുന്നത് അവർക്ക് മാത്രമേ കൺസംഷൻ അർഹതയുള്ളൂ, അവർക്ക് മാത്രമേ സാധനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എക്സ്ക്ലൂഡബിളാണ്. ഓക്കെ, വില നൽകാൻ സാധിക്കാത്തവനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. എനിവൺ ഹൂ ഡസ് നോട്ട് പേ ഫോർ ദ ഗുഡ്സ് ക്യാൻ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ഇറ്റ്സ് കൺസംഷൻ. ഇതാണ് അടുത്ത പോയിന്റ്. സോ ദർ ഈസ് ഫ്രീ റൈഡർ പ്രോബ്ലം. പബ്ലിക് ഗുഡ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത്, പൊതുവസ്തുക്കളിൽ ഫ്രീ റൈഡർ പ്രോബ്ലം ഉണ്ട്. എന്താ കാരണം? ഈ പറഞ്ഞ ഈ 2 പോയിന്റ് ഒരേ പോയിൻ്റാണ്. ഞാൻ സെപ്പറേറ്റ് പോയിൻ്റാക്കി മാറ്റി എന്നുള്ളത് നോൺ എക്സ്ക്ലൂഡബിൾ ആയതിനാൽ, അത് ആരെയും ഒഴിവാക്കാൻ സാധിക്കാത്തതിനാൽ ഇവിടെ സൗജന്യമായി അനുഭവിക്കുന്ന പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നികുതി കൊടുത്തവനും നികുതി കൊടുക്കാത്തവനും, വോട്ട് ചെയ്തവനും വോട്ട് ചെയ്യാത്തവനും എല്ലാം എന്താ പറയുക, സൗജന്യമായിട്ടാണ് എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ എയർ പൊല്യൂഷൻ കുറക്കേണ്ട നടപടി, അന്തരീക്ഷ മലിനീകരണം കുറക്കാനുള്ള നടപടി
അല്ലെ പുഴയുടെ മാലിന്യം കുറക്കാനുള്ള നടപടി, അതെല്ലാവർക്കും ബെനിഫിറ്റാണ്. ആരെയും ആ ബെനിഫിറ്റിൽ നിന്ന് ഒരാളെ ഒഴിവാക്കാൻ പറ്റില്ല. അന്തരീക്ഷ മലിനീകരണം കുറക്കുന്ന ഗവൺമെൻറ് നടപടി ഒരാൾക്ക് മാത്രമേ കൂടുതൽ ഗുണമുണ്ടാവും, എല്ലാവർക്കും ഗുണമുണ്ടാവില്ല. ആരെയും ഒഴിവാക്കാൻ പറ്റുമോ അതിൽ നിന്ന്? ഇയാളെന്താ ഈ വീട്ടുകാരൻ നമുക്ക് ഒഴിവാക്കാം, അന്തരീക്ഷ മലിനീകരണം നല്ല വായു ശ്വസിക്കൽ നിന്ന് ഒഴിവാക്കാം, അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. അതുകൊണ്ട് ഫ്രീ റൈഡർ പ്രോബ്ലം ഇവിടെയുണ്ട്. ഓക്കെ, സൗജന്യമായി അനുഭവിക്കുന്ന പ്രശ്നം ഇവിടെയുണ്ട്. ഇവിടെയോ എക്സ്ക്ലൂഡബിൾ ആയതിനാൽ പ്രൈവറ്റ് ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് നോ ഫ്രീ റൈഡർ പ്രോബ്ലം. പണം കൊടുക്കാതെ സൗജന്യമായി അനുഭവിക്കുന്ന പ്രശ്നം പ്രൈവറ്റ് ഗുഡ്സിനില്ല. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ഗുഡ്സ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്. പബ്ലിക് ഗുഡ്സും പ്രൈവറ്റ് ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മലയാളത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. പൊതുവസ്തുക്കളും സ്വകാര്യ വസ്തുക്കളും. പൊതുവസ്തുക്കൾ, സ്വകാര്യ വസ്തുക്കൾ 2 കാറ്റഗറി. ഇവ സൗജന്യമായി പൊതുവസ്തുക്കൾ അല്ലെ നാമമാത്ര വിലക്ക് നൽകുന്നു, ഇവ വിലക്ക് നൽകുന്നു. ഇവ സാമൂഹ്യ ഉപഭോഗത്തിന് നൽകുന്നു, ഇവ വ്യക്തിഗത ഉപഭോഗത്തിന് നൽകുന്നു. ഓക്കെ, പബ്ലിക് ഗുഡ്സ്. പ്രതിയോഗികളില്ല പബ്ലിക് ഗുഡ്സിന്, നോൺ റൈവൽറസ് ആണ്. ഇംഗ്ലീഷും കൂടി പഠിച്ചു വെക്കുക. ഈ വസ്തുക്കൾ ഒരാൾ ഉപയോഗിക്കുന്നത് മറ്റൊരാളുടെ ഉപഭോഗത്തെ കുറയ്ക്കില്ല. ഓക്കെ, ഇത് പ്രതിയോഗി ഉള്ളതാണ്, റൈവൽറസ് ആണ്. കാരണം ഉപഭോഗത്തിൻ്റെ നേട്ടം ആ വ്യക്തിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് അടുത്ത പോയിന്റ്. സമാനമായ മറ്റൊരു പോയിന്റ്, ഇവ ഒഴിവാക്കാവുന്നവയല്ല, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ഒഴിവാക്കാവുന്നവയല്ല, ആരെയും ഒഴിവാക്കാൻ പറ്റൂല. എക്സ്പ്ലനേഷൻ നോക്കുക. പൊതുവസ്തുക്കൾ അനുഭവിക്കുന്ന ആരെയും ഒഴിവാക്കാൻ സാധ്യമല്ല. എന്നാൽ അതിന് സമാന്തരമായ പോയിന്റ്, ഇവ ഒഴിവാക്കാവുന്നവയാണ്, എക്സ്ക്ലൂഡബിൾ ആണ്. പണം നൽകാത്തവരെ ഇതിൻ്റെ ഉപഭോഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. അതിനാൽ ഒരുമിച്ചാണ് അത് വേണ്ടത്, പക്ഷേ ഞാൻ സെപ്പറേറ്റ് പോയിന്റ് ആക്കുന്നുള്ളൂ. അപ്പോൾ ആരെയും ഒഴിവാക്കാൻ പറ്റാത്തതിനാൽ സൗജന്യക്കാരുടെ പ്രശ്നം ഇതിലുണ്ട്. ഫ്രീ റൈഡർ പ്രോബ്ലം ഇവിടെയുണ്ട്. അതിനാൽ സൗജന്യക്കാരുടെ പ്രശ്നം ഇതിലില്ല. കാരണം ഒഴിവാക്കാൻ സാധിക്കുന്ന, വില കൊടുക്കാത്തവനെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സൗജന്യക്കാരുടെ പ്രശ്നം ഇതിലില്ല. ഓക്കെ, ഇതാണ് എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഗുഡ്സും അതേപോലെ തന്നെ പ്രൈവറ്റ് ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത് നമ്മൾ ചെറിയ 2 കൂടി കാണാം. കൂടി കാണാം.